ഞമ്മക്ക് എന്റെ സാധിക്കുണ്ടാവുമ്പോ പറിച്ചില്ല. എന്റെ സാധിക്കുണ്ടാവുമ്പോ പറിച്ചില്ലേ പൂള. ഭയങ്കര തൊലിയാണ്. ഞാൻ നീച്ച് വന്നപ്പോ ഈ തൊലി ഇത് എന്തിനും അങ്ങനെ തൊലക്കണേ. കരയുന്നുണ്ടെന്ന് പറയും. അപ്പൊ ദാ പത്തിരി ഉണ്ട്. നീച്ച് വന്നപ്പോ നല്ല പത്തിരി പ്ലേറ്റ് എടുക്കട്ടെ കേട്ടോ. ഹായ് ഗെയ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ വിശേഷമാണ് കേട്ടോ. ഇന്ന് സൺഡേ വിശേഷമല്ല, ഒരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു ദിവസത്തിൻ്റെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ രാവിലെ എണീച്ചു. അപ്പോൾ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് ഞാനിങ്ങനെ ചുടുമ്പോൾ ഇത്ര റൗണ്ടിൽ നല്ല രസത്തിൽ വരാറില്ല കേട്ടോ. ഇതിൻ്റെത് അവിടെ ഇവിടെയൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെയൊക്കെ വരാറ് കേട്ടോ. അപ്പോൾ അതാ പത്തിരിയും പിന്നെ കുമ്പളങ്ങയും ചിക്കനും ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ കുറുകി വന്ന് അതിങ്ങോട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അത് പത്തിരിയും ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അത് ഞാൻ എടുത്ത് കഴിച്ച് പിന്നെ അപ്പോഴേക്കും അവിടെ ഒരുപാട് ഉള്ളിയും കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ തൊലിച്ച് വെച്ച് എല്ലാം. ഞാൻ ബിരിയാണി വെക്കുമ്പോൾ പറയും പെട്ടെന്ന് നീയേ വെക്ക് ബിരിയാണി വെച്ചാൽ ഞാൻ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ കുറ്റം പറയുന്നു. പിന്നെ അതുപോലെ ആരെയിലൊക്കെ കണ്ടാലും ബിരിയാണി വെക്കാൻ ഒരു വെപ്രാളാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എൻ്റെ താത്താക്ക് എന്തോ നോക്കിയാലും ഒരു വെപ്രാളാണ്. എന്നാൽ വേറൊരു കാര്യത്തിനും വെപ്രാളമില്ല കേട്ടോ. ബിരിയാണീൻ്റെ കാര്യത്തിൽ എന്താണെന്നോ ഒരു വെപ്രാളം. അങ്ങനെ ഇതാ നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല എൻ്റെ കയ്യിൻ്റെ രോമങ്ങളൊക്കെ പോയിട്ടോ. കാരണം നല്ല ആളി പുറത്തേക്കാണ് കത്തണേ. അങ്ങനെ ഇതാ ബിരിയാണിക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനെല്ലാം മിക്സ് ചെയ്ത് ഞാനാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന ആളും. ബിരിയാണിക്കുള്ള ഐറ്റംസൊക്കെ ശരിയാക്കി ക്ലിയറാക്കി വെച്ചത് താത്തയാണ് കേട്ടോ. അങ്ങനെ അവിടെ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകി കുറച്ച് എക്സ്ട്രാ ഒരാളുണ്ടാകുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ. ബിരിയാണി വെക്കുമ്പോഴും എന്തിനൊരു ഹെൽപ്പ് ഉണ്ടാകുമ്പോൾ അത് അവിടെ ആകുമ്പോൾ ഞാൻ തന്നെ എല്ലാതും ചെയ്യുക. പാത്രം കഴുകലും എല്ലാതും ഭയങ്കര ഒരു ബിരിയാണിയൊക്കെ ആണെങ്കിലൊക്കെ ഒത്തിരി പാത്രങ്ങൾ അത് തൊലിക്കലും കാര്യങ്ങളും ഒത്തിരി എനിക്ക് ഒരു കഷ്ടപ്പാടാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ പിന്നെ അതില്ല, അങ്ങനെ വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം അങ്ങനെ ഇതാ എല്ലാം സെറ്റാക്കി റെഡിയാക്കി ഇതാ ബിരിയാണി വെച്ചു. ഞായറാഴ്ചയാണ് കേട്ടോ, സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി അപ്പോൾ അങ്ങനെ അത് ദമ്മിട്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ പോയി. അപ്പോഴേക്കും സ്വത്തുനെയും കൊണ്ട് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി പുറത്തു കൂടി. അപ്പോൾ ഒരുപാട് കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ടൈമായിട്ടോ. അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ പൊട്ടിച്ചെടുത്തുങ്ങാണ്ട് സ്വത്തുവിന് വേഗം കൊടുത്തിട്ടോ. സ്വത്ത് കണ്ടോ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. ഒരു ഫുഡ് കഴിക്കാനുള്ളൊരു പാടെന്താണെന്നറിയോ. അപ്പോൾ അനിയത്തിൻ്റെ മോന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓന് ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മീൻ. അത് കൊടുത്തപ്പോൾ അത് കണ്ടിട്ട് അതിനെ തൊട്ടിട്ടും കഴിച്ചിട്ടും അതിനെ മെയിൻറ്റ് മാറ്റിയിട്ട് അങ്ങനെ പിന്നെ ഓനക്ക് ആ ഫുഡ് അങ്ങോട്ട് വയറ്റിക്കാക്കിട്ടോ. പിന്നെ പൊതുവേ ബിരിയാണി ആണെങ്കിൽ ഓന് കുറച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ. കുറച്ച് വാശി കാണിച്ചാൽ ഫസ്റ്റ് കുറുമ്പ് കാണിച്ചാലും പിന്നെ കുറച്ചങ്ങോട്ട് കഴിക്കും കേട്ടോ. പക്ഷേ ഈ സ്വത്തുവിന് ഭയങ്കര കുറുമ്പ് ഓവറാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ലാസ്റ്റത്തെ കുട്ടികൾക്ക് ഇത്ര കുറുമ്പാണ്. അങ്ങനെ ഇതാ ഓനക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോഴേക്കും സമയം ഒരുപാടായി. സമയം പോണേന്നെ അറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ തിന്നുക കിടക്കുക ടൈമേ ഇല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടൈമില്ല. കാരണം ഓരോരോ നാടൻ ഫുഡായിട്ടും നാടൻ വിഭവങ്ങളായിട്ടും ഓരോന്നിങ്ങനെ. ഇപ്പം നേരത്തെ ഞാൻ ഉള്ളി തൊലിച്ച് വെക്കുമ്പോൾ അവിടെ കണ്ടോ സപ്പോർട്ട് ഇരിക്കണം, അതൊക്കെ ഇവിടുത്തെ മരത്തുമുണ്ടായതാണ് കേട്ടോ. പിന്നെ ഒരു വലിയൊരു നാരങ്ങ അത് ഒക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഓരോന്നിങ്ങനെ നടക്കാപ്പഴം അങ്ങനെ എല്ലാതും ഇവിടെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങണ്ട, ഒക്കെ മരത്തുമെന്നേ ആർക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഇക്കാക്ക് ഞങ്ങൾക്ക് ഫുഡ് വിളമ്പിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴേക്കും മോള് ഫസ്റ്റേ ബിരിയാണി കഴിച്ചിട്ടോ. സ്വത്തുവിന് കൊടുക്കുമ്പോഴേ ഓള് കഴിച്ചു. ഇനിയും കുറച്ചും കൂടി എടുത്ത് വാട്ടി പൊളി ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ ബിരിയാണിക്ക്. എന്താ ടേസ്റ്റ് ഇത്രയെന്ന് അറിയാൻ പറ്റുന്നില്ല എന്ന് എന്നോട് പറയട്ടോ. അപ്പോൾ മറ്റേടത്തുനിന്ന് എന്നോട് പറയാം എനിക്ക് ചോറ് വിളമ്പിത്താച്ച് താത്താട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ വെച്ച് ഞാൻ എന്നെ വിളമ്പിത്തരണോ, മിണ്ടാതെ വിളമ്പി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ താത്താനോട് പറയാം. അപ്പോൾ താത്ത ഇങ്ങനെ വിളമ്പുന്നുണ്ട്. വെച്ചോരെന്നെ വിളമ്പുമ്പോൾ അതൊരു സുഖം വേറെ ഇത്ര. അങ്ങനെ ഉണ്ടോ ആർക്കെങ്കിലും അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? താത്താക്ക് അങ്ങനെയാണ് കേട്ടോ. താത്ത ഞങ്ങൾ കഴിച്ചാലേ കഴിക്കുക അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ പിന്നെ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് വിശക്കണുണ്ട് ആരാ എന്താണെന്നൊന്നും നോക്കൂല. എനിക്ക് പോയിട്ടുള്ളത് എടുത്ത് കഴിക്കും. ഇത് ഞങ്ങളെങ്ങനെ കാത്തുക്കും. ഞങ്ങൾ കഴിച്ചുമ്പോൾ കഴിക്കാനങ്ങനെ ഞങ്ങൾ കഴിച്ചാൽ അവനാൻ്റെ വിശപ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ വീട്ടിൽ നിന്ന് വിളമ്പി കഴിക്കാം. അങ്ങനെയല്ലേ വേണ്ടത്? അത് അങ്ങനെയല്ല.
അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങളന്മാരെ? ഇതങ്ങനെയാണ്. അങ്ങനെ ഞാനും ഇക്കാവും എല്ലാവരും താത്ത അപ്പുറത്ത് ഇരുന്നിട്ടുണ്ട് കേട്ടോ സോഫയിൽ. അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു ബിരിയാണി. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ഒത്തിരി ടേസ്റ്റ് ആയിരുന്നു ഇന്നത്തെ എൻ്റെ ബിരിയാണി കേട്ടോ. ഇത്രയും ടേസ്റ്റ് അവിടുന്ന് വെക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടുന്ന് വെച്ചപ്പോൾ അടുപ്പത്ത് വെച്ചപ്പോൾ ഒത്തിരി സ്മെല്ലും കാര്യങ്ങളൊക്കെ. അവിടുന്ന് പിന്നെ ഒക്കെ നമ്മൾ ഗ്യാസിലല്ലേ. അസ്സലാമലൈക്കും. അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി നീച്ച് ഇനി നമുക്ക് പോവാൻ കേട്ടോ വേറൊരു പണിക്ക്. ഇവിടെ വന്നാൽ നമുക്ക് മഴക്കാലാണ്, പക്ഷേ മഴയൊന്നുമില്ല കേട്ടോ. ഇന്നലെ കുറച്ച് മഴ പെയ്തു, ഇന്ന് മഴ കമ്മിയാണ്. അല്ല സ്വത്തോ? എന്തിന്? പൂള പറിച്ചാൻ പോകാം കേട്ടോ. പൂള അപ്പൊ പൂളക്കില്ല പോക്കാണ്. പൂള കട്ടൻ ചായയും പൂള പുഴുങ്ങിയതും. പാമ്പിനെ കണ്ടത് അപ്പൊ അത് പൂളിയില് വല്ലതും ഉണ്ടാവോ? അതല്ല, പാമ്പല്ല. പൂള ഉണ്ടാവുക ചാക്കിന്റെ ഉള്ളിലെന്നാ ചെയ്യിക്കണേ, അല്ലാതെ പാമ്പല്ലേ ചെയ്യിക്കണേ. പരീക്ഷണത്തിൽ എന്തേലും കിട്ടുവോ? എന്ത് അതാ ഇവിടെ കിട്ടുവോ? അതിലുണ്ടാ പൂളുണ്ടാ? ഞങ്ങളുണ്ടോ? ഇല്ലെങ്കി എന്ത് രസാ. പൂളില്ലെങ്കി എന്ത് രസാ അതില്. ഉണ്ടിട്ടാ സംഭവം ഉണ്ട്. അത് വലിക്കാനേ ഞാനും കൂടി കൂടണ്ടേ വരൂല്ലേ. സംഭവം കണ്ടാ അങ്ങനെ പൊളിക്കണ്ട. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ആടി കൊറേ ഉണ്ട്. മുണ്ടാതിരിക്ക കൊറേ ഉണ്ട്. അപ്പൊ സുഖാണ്, പറിക്കാനൊക്കെ സുഖാണ് കേട്ടോ. സുഖാണ്. വരുന്നു മടങ്ങനെ ഇങ്ങനെ. പഠിച്ചോനി നല്ല പൂളയാണ് കേട്ടാ. 1.5 പൂളയാണ് ഞമ്മക്ക്. എന്റെ സാധിക്കുണ്ടാവുമ്പോ പറിച്ചില്ല. എന്റെ സാധിക്കുണ്ടാവുമ്പോ പറിച്ചില്ലേ പൂള? ഒരു ഒരാള് ജനൽക്ക നിന്നിട്ട് പൂള പറിക്കണം നോക്ക. പാമ്പുണ്ടെന്ന് പറഞ്ഞപ്പോ ഓടിക്കണം. എന്റെ പഠിച്ചോനെ നല്ല ഉണ്ടായിക്കണില്ലേ പൂള. പക്ഷെ ഇത്ര വലിയ കിഴങ്ങുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കിട്ടുന്നില്ല, നല്ല വെയിറ്റ് ഉണ്ട് കണ്ടോ. ശരിക്കും കണ്ടോ കഴിച്ചു. ഇതെല്ലാരും പറയുന്ന കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ ചുമ്മാ ചാക്കിലൊന്ന് വെച്ച് നോക്കിയതാണ്. അപ്പൊ നല്ല ഇടുന്നുണ്ടോ. എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ അങ്ങനെ ഒരുപാട് അവിടെ കുത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട് ചാക്കിലിരിക്കുന്നു. ഇനി നമുക്ക് ഓരോരോ ദിവസം വരുമ്പോഴും അവിടെയൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ പൂള. ഇനി അടുത്ത് പൂളക്കാലം കഴിയുമ്പോഴൊക്കെ ഈ ഒരു പൂള പറിക്കാൻ വരിക കേട്ടോ. എന്നും ഞാൻ വരുമ്പോഴാണ് ഈ ഒരു സംഭവം പറിക്കല്. ഇതണ്ടാ കണ്ടാ. ഇതൊക്കെ ഇനി പൂളയാണ് കേട്ടോ. പിന്നെ ഈ ഒരു പൈപ്പ് കേട്ടോ, ഏതോ ഒരു പൈപ്പ് ഒരു ഇതാണ്. പക്ഷെ ഇതുവരെ ഇതിൽ വെള്ളം വന്നിട്ടില്ല. എന്തായി? ഇനിയിപ്പൊ അതിപ്പോ തന്നെ കുത്തുക. അപ്പൊ തന്നെ കുത്തിയിട്ട് ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. 2.5 കിലോനുണ്ടാവും അല്ലേ? 3 കിലോനുണ്ടാ.
ഈ ചാക്ക് അപ്പൊ ചാക്ക് നല്ലൊരു ചാക്ക് എടുത്തിട്ട് മണ്ണാക്കിട്ട് ഇടാ. ഇത് അവിടെ ഉണ്ടേ. ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ പൂളതാ. അപ്പോഴേക്കും നമുക്ക് ചമ്മന്തിക്കുള്ളത് കാന്താരി മുളകും ചെറിയ ഉള്ളിയും പിന്നെ അത് കാന്താരി മുളകാണ് കേട്ടാ. ഒപ്പം പുളിട്ടാ, പുളി വേണ്ടേ? ഇതിട്ടിട്ട് ഒരടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അങ്ങനെതാ വെളിച്ചെണ്ണ ഇതിങ്ങനെ എടുത്തിട്ട് പൊട്ടിച്ചണം അല്ലേ? ഞാൻ ലേറ്റ് ആയിട്ടാ പൊട്ടിട്ടിരിക്കുന്നത്. അങ്ങനെ മതിയില്ലേ? ഇനി നമുക്കിത് കുഴിച്ചിട്ട് ഇന്നത്തെ 4 മണിക്കത്തെ ചായക്ക് നല്ല ഇതെന്താണെന്നറിയോ? കാന്താരി ചെറിയുള്ളി കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് എന്താ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ചമ്മന്തി. എരിവുണ്ട് കേട്ടാ. എരിവുണ്ടോ? ചമ്മന്തി വേണോ? കുറച്ച് കേട്ടാ. കൊറേ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങള് ചായയൊക്കെ കുടിച്ച്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ഓക്കെ, ബൈ.